ഫ്രണ്ടാണ്. എല്ലാവരും ഓൾ ദ കാസ്റ്റിംഗ് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരാന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. ഇതിന്റെ ടെക്നിക്കാലിറ്റീസും അതിന്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാൻ ഇറ്റ്സ് ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ ഭാവങ്ങളും ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമകൾ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയിട്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് ടു വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്ക് ഒരു മാർക്കോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രൂ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ. ആൻഡ് ഐ ഹാവ് ടു താങ്ക് യു ബിക്കോസ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ കൂടെ ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ ഇതൊരു നയ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു NOC എനിക്ക് തന്നു. എന്നാൽ ഗെയിം ദ ഫ്രീഡം ടു ഗോ അഹെഡ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ആൻഡ് ഐ ആം പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമകൾ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാവട്ടെ. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.